ഹലോ എവ്രി വൺ, CFA മാസ്റ്ററി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ CFA എന്ന കോഴ്സ് നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്നതും CFA പോലൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഫിനാൻസിനെ പറ്റി അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നതിനെ പറ്റിയും സംസാരിക്കുന്നു. സെക്കൻഡ് പാർട്ടിൽ CFA എന്ന കോഴ്സ് നിങ്ങളുടെ കരിയറിന് പറ്റിയ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് CFA എന്ന കോഴ്സ് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കാൻ ആവശ്യമായ ക്ലാരിറ്റി എനിക്ക് തരാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനലിന്റെ വീഡിയോസ് കാണുകയും അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുകയും ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. സോ ഗായ്സ്, നിങ്ങൾ CFA എന്ന കോഴ്സ് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്ന ഡൗട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ആലോചിക്കുക. ആർ യു ജെന്യൂൻലി ഇൻട്രസ്റ്റഡ് ഇൻ ഫിനാൻസ്? നിങ്ങൾക്ക് ഫിനാൻസ് പഠിക്കാനും അറിയാനും ജെന്യൂൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ? ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നല്ലോണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് CFAക്ക് ജോയിൻ ചെയ്യാം. ഇനി ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും CFA എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എനിക്കിങ്ങനെ എല്ലാ വീഡിയോസിലും വന്ന് CFA സൂപ്പറാണ്, എളുപ്പമാണ്, പെട്ടെന്ന് പാസ്സാവാം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒന്നും വലിയ കാര്യമില്ല, നിങ്ങൾക്ക് എളുപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, അതുപോലെ 21-ാം വയസ്സിൽ ലൈഫ് സെറ്റിലാക്കാം എന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറയുന്നത് ഓഫ് കോഴ്സ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്, അതുപോലെ കംപ്ലീറ്റ്ലി ജെന്യൂനും ആണ്. എൻ്റെ പ്രിപ്പറേഷൻ സമയങ്ങളിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും അതുപോലെ CFA പറ്റി എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങളും മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങൾ കുറെ ഫേക്ക് എക്സ്പെക്ടേഷൻസ് നൽകി നിങ്ങളെല്ലാവരെയും ഓവറായിട്ട് ഹൈപ്പ് ചെയ്യുകയും മോട്ടിവേറ്റും ചെയ്ത് ഈ എക്സാമിന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ എനിക്ക് കുറെ വ്യൂസ് ഉണ്ടാക്കാം എന്നൊരിക്കൽ പോലും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഫിനാൻസ് എന്ന ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണോ നിങ്ങളെന്ന്. അതിനോടൊപ്പം ഇവിടെ ഞാൻ ഫിനാൻസിനോടുള്ള ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ തിയറീസ് ആയിക്കോട്ടെ, കോൺസെപ്റ്റ്സ് ആയിക്കോട്ടെ, ഇവയെ പറ്റിയൊക്കെ അറിയാനും മനസ്സിലാക്കാനും ആഗ്രഹമുണ്ട്. അതുപോലെ റിയൽ വേൾഡ് ഫിനാൻസിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയാണ് മണി മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനികൾ തമ്മിൽ എങ്ങനെയാണ് അവരുടെ ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഇക്വിറ്റി, ഡിബെഞ്ചേഴ്സ്, ഡെറിവേറ്റീവ്സ്, കറൻസീസ്, അങ്ങനെ പല ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതുപോലുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമുക്ക് എങ്ങനെ ഒരു പ്രോപ്പറായിട്ട് റിസ്ക്കും റിട്ടേണും മാനേജ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താം, എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ഫിനാൻസിനെ പറ്റി ഡീപ്പായിട്ട് അറിയാൻ ആഗ്രഹിക്കുകയും ബോറടിക്കാതെ ഫിനാൻഷ്യൽ ന്യൂസസ് ഒക്കെ കേൾക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നതിനൊക്കെയാണ് ഞാൻ ഇൻട്രസ്റ്റ് ഇൻ ഫിനാൻസ് എന്ന് ഉദ്ദേശിച്ചത്. ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് CFA ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അല്ലാതെ നിങ്ങൾ CFA ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇത്ര വർഷം മിനിമം ബിസിനസ്സിൽ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ മിനിമം BCom എങ്കിലും പഠിച്ചിരിക്കണം, അതുപോലെ എക്കണോമിക്സിൽ ഡിഗ്രി വേണം, മാത്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിഗ്രി ഉണ്ടെങ്കിലേ CFAക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്നൊന്നുമല്ല. കാരണം ഫിനാൻസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ജോലി ചെയ്തവരും ഡിഗ്രി പഠിച്ചവരും CFA ജോയിൻ ചെയ്ത് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CFA പോലൊരു കോഴ്സ് ജോയിൻ ചെയ്യാൻ ഒരു വ്യക്തിക്ക് ആവശ്യമായ പ്രധാന അല്ലെങ്കിൽ പ്രൈമറി റിക്വയർമെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഫിനാൻസിനോടുള്ള ഇൻട്രസ്റ്റ് ആണ്. ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഇവിടെ CFAയുടെ എക്സാമിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിക്കില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. അതിപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവൻ എഴുതിയാലും ജയിക്കും, ഇൻട്രസ്റ്റ് ഇല്ലാത്തവൻ എഴുതിയാലും ജയിക്കും. എന്നിട്ടും ഞാൻ എന്തിനാണ് ഫിനാൻസിനോട് ഇൻട്രസ്റ്റ് വേണം CFA പോലുള്ള കോഴ്സുകൾ പഠിക്കാൻ എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് എന്ന് ഞാൻ വ്യക്തമാക്കാം. ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ CFAയുടെ കരിക്കുലം അത്യാവശ്യം ടഫ് ആണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ CFAയുടെ കരിക്കുലം ടഫ് അല്ല, പക്ഷെ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. അതായത് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നതല്ല, പക്ഷെ പഠിക്കാൻ കുറെ അധികം കാര്യങ്ങൾ ഉണ്ട് എന്നതാണ് CFA പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രധാന ചലഞ്ചുകളിൽ ഒന്നായി ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ CFA ലെവൽ 1 മുതലായിക്കോട്ടെ, കരിക്കുലം വളരെയധികം ലെങ്തിയാണ്. അതായത് പഠിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. CFA ലെവൽ 2ലേക്ക് കടക്കുമ്പോൾ ഇതിലും കൂടുതലാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ബോറടിക്കാതെ പകുതിക്ക് വെച്ച് നിർത്തിപ്പോകാതെ കൺസിസ്റ്റന്റ് ആയിട്ട് കംപ്ലീറ്റ് പഠിക്കാൻ അത്യാവശ്യം നല്ല എഫേർട്ട് ഇടേണ്ടി വരും. എന്നാൽ ഇവിടെ നിങ്ങൾ ഫിനാൻസിനോട് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ സ്വന്തമായിട്ട് കുറെ പ്രഷർ ചെയ്ത് പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. സോ ഇതുകൊണ്ടാണ് ഫിനാൻസിനോട് ഇൻട്രസ്റ്റ് ഉള്ളത് നിങ്ങളെ വളരെയധികം സഹായിക്കും CFA പോലെ
കോഴ്സുകൾ പഠിക്കാൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇത്രയും കരിക്കുലം എന്തായാലും പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഇല്ലെങ്കിൽ നിങ്ങളെ തന്നെ വളരെയധികം ഫോഴ്സ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിക്കുന്നത് ഒട്ടും എഫക്റ്റീവ് ആയിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആ ടൈം നിങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ കഴിയും. അങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കുന്നത് നിങ്ങളുടെ പ്രഷർ കുറയ്ക്കും, നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കും, കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. അതുപോലെ എക്സാമിനും അത് കഴിഞ്ഞ് ലോങ് ടേം കരിയറിനും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകും. കാരണം ഫിനാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുകയും അതുപോലെ ഫിനാൻസിനോട് ഇൻട്രസ്റ്റും ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് റിസോഴ്സ് ആണ് CFAയുടെ കരിക്കുലം. ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഫിനാൻസിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം എന്ന് ഞാൻ പ്രധാനമായി നിങ്ങളോട് പറയുന്നത്. കാരണം ഇതിനെപ്പറ്റി അങ്ങനെ ആരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് CFA പഠിപ്പിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇവരിൽ ഭൂരിഭാഗം പേരും ശ്രദ്ധിക്കുന്നത് മാക്സിമം ആളുകളെ ഫീസ് മേടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുക. എന്നാൽ ഈ CFAക്ക് ജോയിൻ ചെയ്യാൻ വരുന്നവർ അവർക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ കരിയർ അംബീഷൻസ് ഗോൾസ് അതിനനുസരിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സ് തന്നെയാണോ CFA, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് നിർത്തിപ്പോകാൻ ചാൻസ് ഉള്ളവരാണോ ഇവർ എന്നിങ്ങനെ പല ഇമ്പോർട്ടന്റ് കാര്യങ്ങളും അനലൈസ് ചെയ്ത് CFA ജോയിൻ ചെയ്യാൻ വരുന്നവരെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ കുറവാണ് എന്നതാണ് സത്യം. ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും കണ്ടിട്ടില്ല. എങ്കിലും എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയാത്തിടത്തോളം അങ്ങനെയുള്ളവർ വളരെ കുറവാണ് എന്ന് പറയാം. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് നോക്കുക. അതിനുശേഷം മാത്രം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ പ്ലാൻ ഉള്ളവർ ചേരുക. ഇതിപ്പോൾ ഭയങ്കര വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. സപ്പോസ് ഇപ്പോൾ 2000-3000 രൂപയൊക്കെ ഉള്ളൂ നമ്മുടെ എക്സാം ഫീസ് എങ്കിൽ അതിനെപ്പറ്റി നമുക്ക് അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നോക്കാം, തെറ്റിപ്പോയാലും കുഴപ്പമില്ല. എന്നാൽ CFA അങ്ങനെ ഒരു എക്സാം അല്ല. CFA ഇസ് എ വെരി എക്സ്പെൻസീവ് എക്സാം എന്നത് ഒരു ഫാക്ടറാണ്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് പല രീതിയിലാണ്. പൈസയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഓഫ്കോഴ്സ് എക്സാം ഫീസ് വളരെ കൂടുതലാണ്, ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അത് വളരെ കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളിടുന്ന എഫേർട്ടും അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ വാല്യുബിളുമാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ ഇത് വളരെ എക്സ്പെൻസീവ് ആണ് CFA എന്ന് പറഞ്ഞ കോഴ്സ്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഫിനാൻസിനോടുള്ള ഇൻട്രസ്റ്റ് എന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് CFA എന്ന കോഴ്സിന് ജോയിൻ ചെയ്യാം. ആ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനൊന്നും ജനിച്ചപ്പോൾ മുതലേ ഫിനാൻസിനോട് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയൊന്നുമല്ല. ഒരു സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയത്. ആ ഇൻട്രസ്റ്റ് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ CFAക്ക് ജോയിൻ ചെയ്തത്. അല്ലാതെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാം അങ്ങനെ CFA എടുത്ത വ്യക്തിയൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് നിങ്ങളും ആ കാര്യം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സി ഗൈസ്, നിങ്ങൾ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിലാണ് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ അസറ്റ് മാനേജ്മെന്റ് ഫേംസ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്സ്, ഹെഡ്ജ് ഫണ്ട്സ്, പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്, വെൽത്ത് മാനേജ്മെന്റ് ഫേംസ്, ഇൻഷുറൻസ് ആൻഡ് പെൻഷൻ ഫണ്ട്സ്, അതുപോലെ ഫിൻടെക് ഓർഗനൈസേഷൻസ്, സോവറിൻ വെൽത്ത് ഫണ്ട്സ്, അതുപോലെ ഇപ്പോൾ വളരെയധികം ഹൈപ്പിൽ വരുന്ന ESG ഇൻവെസ്റ്റിംഗ് ഫേംസ്, ഇവിടെയൊക്കെ പോർട്ട്ഫോളിയോ മാനേജർ, ഫണ്ട് മാനേജർ, ഇക്വിറ്റി റിസർച്ച്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് അനലിസ്റ്റ്, വാല്യുവേഷൻ അനലിസ്റ്റ്, കോർപ്പറേറ്റ് ഫിനാൻസ് അനലിസ്റ്റ്, ഇങ്ങനെയുള്ള ടോപ്പ് ഫിനാൻസ് റോൾസിലാണ് നിങ്ങൾക്ക് ജോലി നേടി കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ CFA പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് വേറെ ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. തൊട്ട് മുൻപുള്ള പാട്ടിൽ ഞാൻ CFAയുടെ ഹ്യൂജ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ഇത് CFAയുടെ ഒരു മേജർ നെഗറ്റീവ് ആയിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ നെഗറ്റീവിലും കാൻഡിഡേറ്റ്സിന് ഒരു ചെറിയ പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്ന് ഞാൻ പറയും. കാരണം ഇത്രയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ടുകൂടി തന്നെയാണ് പലരും ഇത് ആദ്യം തന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്. അതിലൂടെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് CFAയുടെ ലെവൽസ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയൊരു എക്സാം നമ്മൾ കഷ്ടപ്പെട്ട് ക്ലിയർ ചെയ്യുകയും ആ ക്ലിയർ ചെയ്തവർ വളരെ കുറവാണ് ജോബ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആണ് അവരുടെ നമ്പർ എന്ന് അറിയുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് CFA ക്ലിയർ ചെയ്തവർക്ക് ജോബ് മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം ഡിമാൻഡ് കിട്ടുന്നത് എന്ന്, അല്ലെങ്കിൽ വാല്യൂ കിട്ടുന്നത് എന്ന്. ഇവിടെ എക്കണോമിക്സിന്റെ ബേസിക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഫിനാൻസ് ജോബ്സ് വളരെയധികം കൂടുന്ന സാഹചര്യമാണിത്. പ്രത്യേകിച്ച് ഈ ടൈപ്പ് ഓഫ് ജോബ് റോൾസിന് CFA പോലെ ഇത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേറെ സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അഥവാ ഉണ്ടെങ്കിൽ അത് വളരെ റീജിയണൽ കോഴ്സസ് ആവാനാണ് സാധ്യത. അതായത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പോപ്പുലർ ആയിട്ടുള്ള കോഴ്സസ്, അല്ലാതെ CFA പോലെ വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതും പോപ്പുലർ ആയിട്ടുള്ളതുമായ കോഴ്സസ് വളരെ കുറവാണ്. ഇതാണ് ശരിക്കും CFAയുടെ ഈ ഇൻഡസ്ട്രിയിലുള്ള മൊണോപ്പൊളി.
അപ്പോൾ ഒരു സൈഡിൽ CFAക്കാരെ ആവശ്യമായ ജോലികൾ കൂടുകയും അപ്പുറത്ത് സപ്ലൈ സൈഡിൽ CFA പാസ്സായവർ വളരെ ചെറിയ നമ്പറായി മാർക്കറ്റിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു മേജർ ഗ്യാപ്പ് ഉണ്ടാവും. ആ മേജർ ഗ്യാപ്പാണ് കറന്റ് CFA ക്ലിയർ ചെയ്ത ആളുകളുടെ വാല്യൂ. ഈ വാല്യൂ ആണ് CFA ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കിട്ടുന്നത്. അതുപോലെ ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും ഇത് സ്വന്തമായിട്ട് അന്വേഷിച്ച് നോക്കാം. കാരണം ഇതുപോലെ ടോപ്പ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിലും ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിലും അതുപോലെ ടോപ്പ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഒന്നും വേണ്ട, നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് വഴി ഇവരുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ റിപ്ലൈയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് CFAയുടെ വാല്യൂ മനസ്സിലാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇങ്ങനെ ചോദിച്ചൊരു വ്യക്തിയാണ്. ഞാൻ CFA ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും അങ്ങനെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരുമായി സംസാരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തൊരു വ്യക്തിയാണ്. അവരിലൂടെ തന്നെയാണ് CFA എന്ന കോഴ്സിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയത്. ടോപ്പ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം CFA റെക്കഗ്നൈസ് ചെയ്യുകയും CFA ഉള്ള കാൻഡിഡേറ്റ്സിന് ഹൈ പ്രിഫറൻസ് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ അവരിലൂടെ അറിഞ്ഞു. ഇതിനോടൊപ്പം ഞാൻ നേരിട്ടറിഞ്ഞ ഒരു ഇൻസിഡന്റ് കൂടി പറയാം. ഞാൻ എക്സാമിന് പോയ ദിവസം ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അദ്ദേഹം ഇന്ത്യയിലെ ഒരു ടോപ്പ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പേര് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത് അവരുടെ കമ്പനിയിലെ എംപ്ലോയീസ് CFA എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയീസ് പേ ചെയ്ത CFAയുടെ ഫീസ് ഈ കമ്പനി റീഇംബേഴ്സ് ചെയ്യും. അതായത് CFA എക്സാംസിന് അവിടെ ഒരു സ്കോളർഷിപ്പ് പോലെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഒരു ടോപ്പ് കമ്പനി തന്നെ അവരുടെ എംപ്ലോയീസിനെ CFAക്ക് ജോയിൻ ചെയ്യാനും ക്ലിയർ ചെയ്യാനും എൻകറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ കോഴ്സിന് എത്രത്തോളം വാല്യൂ ഈ കമ്പനീസ് കൊടുക്കുന്നുണ്ടെന്ന്. എന്നിരുന്നാൽ കൂടിയും CFAയുടെ ലെവൽസ് ക്ലിയർ ചെയ്യുന്നതോടുകൂടി നമ്മളുടെ എഫേർട്സ് എല്ലാം കഴിഞ്ഞു, ഇനി വെറുതെ ഇരിക്കാം എന്ന് വിചാരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. കാരണം CFAയുടെ ലെവൽസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടിയും CFA ഡിസേർവ് ചെയ്യുന്ന ജോബ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ജോബ്സ് ഓഫർ ചെയ്യുന്ന ടോപ്പ് കമ്പനീസിലെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം അവരുടെ ഇന്റർവ്യൂ പ്രോസസ് ഫുൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും കംപ്ലീറ്റ് ചെയ്യുകയും അതിലൂടെ നിങ്ങൾ നല്ലൊരു വർത്തി കാൻഡിഡേറ്റ് ആണെന്ന് അവർക്ക് തോന്നുകയും ചെയ്താൽ മാത്രമേ അവർ നിങ്ങളെ ഹയർ ചെയ്യുകയുള്ളൂ. ദർ ഇസ് നോ ഡൗട്ട് നിങ്ങൾക്ക് CFA ഉണ്ടെങ്കിൽ ഈ ഫുൾ പ്രോസസ്സിൽ നിങ്ങൾക്ക് ഹൈ വെയിറ്റേജും പ്രിഫറൻസും ലഭിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. CFA ക്ലിയർ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മേജർ പാർട്ട് ഓഫ് ദ വർക്ക് ഇസ് ഡൺ. പക്ഷേ അത് കഴിഞ്ഞും വർക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതല്ലാതെ നിങ്ങൾ CFA ക്ലിയർ ചെയ്യുന്ന അന്ന് വൈകിട്ട് JP മോർഗനും ഗോൾഡ്മാൻ സാക്സും വീട്ടിൽ വന്നിരിക്കും എന്നൊന്നും വിചാരിക്കരുത്. ഞാനിങ്ങനെ പറയാൻ കാരണം പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇതുപോലാണ് കാൻഡിഡേറ്റ്സിന് തെറ്റായ ഹോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ പറയുന്നത് മുഴുവൻ നിങ്ങളുടെ CFAക്ക് ശേഷം ടോപ്പ് കമ്പനീസിലെ ടോപ്പ് റോൾസിൽ കയറുന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു മിഡ് ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ റോൾസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിലും വളരെയധികം എളുപ്പമായിരിക്കും നിങ്ങളുടെ ഹയറിംഗ് പ്രോസസ്സ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ CFA എടുക്കാൻ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ടോപ്പ് റോൾസ് തന്നെ എയിം ചെയ്യുക. കാരണം ഒരു ലോവർ ഓർ മിഡ് ലെവൽ ഫിനാൻസ് ഓർ മാനേജ്മെന്റ് റോൾസിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പൈസ മുടക്കുകയും ടൈം കൊടുക്കുകയും എഫേർട്ട് ഇടുകയും ചെയ്ത് CFA ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങളുടെ പ്ലാനും നിങ്ങളുടെ എയിമും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ കമ്പനീസിന്റെ ഹയറിംഗ് പ്രോസസ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ സ്കിൽസ് പഠിക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ടെക് സ്കിൽസ്. കാരണം ഫിനാൻസിൽ ടെക്നോളജി എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടായി മാറിയിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഈ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് കൂടാനാണ് സാധ്യത. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫ്യൂച്ചർ ഫിനാൻസ് റോൾസ് ഡിമാൻഡ് ചെയ്യുന്നത് ടെക്നോളജി മനസ്സിലാക്കാനും ഹാൻഡിൽ ചെയ്യാനും അറിയാവുന്ന പ്രൊഫഷണൽസിനെയാണ്. ഈ ഒരു ഫിൻടെക് റെവല്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടുകൂടി തന്നെയാണ് CFA അവരുടെ കരിക്കുലത്തിൽ ഫിനാൻസ് പ്രൊഫഷണൽസിന് ആവശ്യമായ സ്കിൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. CFA ലെവൽ 1 കരിക്കുലത്തിൽ തന്നെ നമുക്ക് പൈത്തൺ പഠിക്കാനുണ്ട്, ഫിനാൻഷ്യൽ മോഡലിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അതുപോലെ ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസി, ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, ESG, ഇതുപോലെ ന്യൂ ഏജ് സ്കിൽസ് വളരെ സീരിയസ് ആയിട്ട് തന്നെ CFA അവരുടെ ലെവൽ 1 കരിക്കുലത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഈ കരിക്കുലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സ്വന്തമായിട്ട് ഈ സ്കിൽസ് ഒക്കെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുന്നത് വളരെയധികം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഫിനാൻസിനോടുള്ള ഇൻട്രസ്റ്റ് എന്ന കാര്യത്തിന്റെ പ്രസക്തി. കാരണം ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ മെനക്കെടില്ല എന്ന് എനിക്കറിയാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. CFA എന്ന കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി തരാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ CFA ആൻഡ് ഫൈനാൻസ് റിലേറ്റഡ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ ബൈ.